ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മൗത്ത് ഫ്രഷ്നറിൻ്റെയാണ്. ഇതൊരു ചൂയിങ് ഗമാണ്. ട്രിഡൻറ്റ് ആണ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു, ട്രിഡൻറ്റ് ഓർ ട്രൈഡൻറ്റ്. അപ്പോൾ ഇതിൽ 14 സ്റ്റിക്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ഫ്ലേവർ മെൻറ്റിൻ്റെ ഫ്ലേവറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല ലക്ഷറി പാക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 160 രൂപയാണ്. ഏകദേശം ഒന്നിന് 11 രൂപ റേഞ്ചോളം വരുന്നുണ്ട്. പിന്നെ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്തൊക്കെ ഇല്ല എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന്. പക്ഷെ പാക്കിംഗ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ലുക്കൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സാധനം. നോർമലി സിമ്പിൾ ഓപ്പണിംഗ് ആണ്. പിന്നെ അതിനൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ, അത് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ 7 എണ്ണം, താഴെയും 7 എണ്ണം, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഞാൻ അലുമിനിയം ഫോയിലാണെന്ന് വിചാരിച്ചത്, പക്ഷേ അത് അങ്ങനെയല്ല, ഇതൊരു പേപ്പർ ടൈപ്പ് ഉള്ള സാധനമാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തേക്ക് കാണണം മൗത്ത് ഫ്രഷ്നർ. നോർമലി ഒരു സിംഗിൾ ബോക്സിൽ തന്നെ കുറേ സ്ട്രൈപ്സ് കിടക്കണം. ഇത് എല്ലാം ഓരോന്ന് തനിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഒന്നെടുക്കാം. അപ്പോൾ ഇതാണ് സാധനം. ഇതൊരു പേപ്പർ ടൈപ്പാണ്. ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ഏകദേശം എൻ്റെ ചെറുവിരലിൻ്റെ സൈസൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂയിങ് ഗം. അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ സൈസ്. ഏകദേശം ഒരു ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡ് അങ്ങനെയാണ് കാണുന്നത്, എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി. മധുരമുണ്ട്, നല്ല മിൻറ്റ് ഫ്ലേവർ ഉണ്ട് കേട്ടോ. നമ്മൾ നോർമലി സെൻറ്റർ ഫ്രഷ് ഒക്കെ കഴിക്കില്ലേ, അത് ആദ്യം ഒരു മിൻറ്റൊക്കെ ഉണ്ടാകും, പക്ഷേ വലിയ മിൻറ്റ് തണുപ്പ് തോന്നിപ്പിക്കുന്ന ടൈപ്പൊന്നുമല്ല. അതേസമയം എനിക്ക് ഇത് കഴിച്ചപ്പോൾ വ്യത്യാസം നല്ലോണം അറിയണ്ടേ. ചിലപ്പോൾ ക്വാളിറ്റി സെൻറ്റർ ഫ്രഷ് ആകുമ്പോൾ 1 രൂപ, ഇത് 11 രൂപ റേഞ്ചൊക്കെ വരില്ല, അത്രയും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ സാധനം കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തേക്കൊക്കെ സ്വീറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ സ്വീറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിതിൽ വായിച്ചപ്പോൾ ഏതോ മീൻസ് പ്ലാന്റിൽ നിന്നൊക്കെ കിട്ടണ സിറപ്പോ അങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഷുഗറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒന്നും ഇതിൽ കിട്ടില്ല. ഗുണങ്ങൾ നല്ല ഷുഗർ മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഈ മധുരം കിട്ടണത്. മൊത്തത്തിൽ സാധനം കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, ബൈ.